നമസ്കാരം. കൃഷിദർശൻ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ കന്നുകാലി വളർത്തൽ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷീരോത്പാദന രംഗമാണ് ഇന്ന് നമ്മൾ നടത്തിവരുന്നത്. ചെറുതും വലുതുമായ ധാരാളം ഫാമുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇവ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കന്നുകാലികളുടെ ആരോഗ്യം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് കൃഷിദർശൻ ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ കന്നുകാലികളുടെ ഉൽപാദനവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചാണ്. നമ്മുടെ ഗസ്റ്റ് കേരള വെറ്ററിനറി സർവകലാശാലയിലെ സംരംഭകത്വ വിഭാഗം തലവൻ ഡോക്ടർ TP സേതുമാധവൻ ആണ്. സർ, നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്ഷീരോത്പാദന മേഖല ഇന്ന് വളരെ വ്യത്യസ്തമാണ്, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ വളരെ മുൻപോട്ട് പോയിരിക്കുന്നു ഉൽപാദനത്തിലും. അപ്പോൾ ഈ മേഖലയുടെ ഒരു പ്രസക്തി ആദ്യം ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കന്നുകാലി വളർത്തലിൽ പ്രധാനമായിട്ട് നമ്മുടെ ഉൽപാദനക്ഷമത നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, മൊത്തത്തിൽ രാജ്യവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സങ്കരയിനം കന്നുകാലികളുടെ എണ്ണത്തിൽ ഏതാണ്ട് 96% വർധനവുണ്ടായിട്ടുണ്ട്. ശരാശരി ഉൽപാദനക്ഷമത എന്നുള്ളത് ഏതാണ്ട് 9 ലിറ്ററിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആളോഹരി ഉപഭോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ദേശീയ ഉപഭോഗം ഏതാണ്ട് നമ്മുടെ നാഷണൽ പെർ ക്യാപിറ്റ കൺസംഷൻ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞായിട്ട് കാണപ്പെടുന്നുണ്ട്. ഉൽപാദന ചെലവാണെങ്കിൽ തുലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലിൻ്റെ വിലയിലുണ്ടായിരുന്ന വർധനവും അതുപോലെ തീറ്റയുടെ വിലയുണ്ടായ വർധനവും പരസ്പരം തട്ടിച്ചു നോക്കാൻ തന്നെ പറ്റാത്ത രീതിയിലാണ്. ഒരുപക്ഷെ തീറ്റയുടെ വിലയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലുണ്ടായ വർധനവ് 250% ആണെങ്കിൽ പാലിൻ്റെ വിലയിലുണ്ടായിരുന്ന വർധനവ് ഏതാണ്ട് 55%. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരിതമായിട്ട് പോകുന്നില്ല. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു, ഡിമാൻഡ് വർദ്ധിക്കുന്നു, ആവശ്യകത വർദ്ധിക്കുന്നു. പക്ഷേ സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഈ പശുവളത്തിന് വലിയ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു മൊത്തം ഉൽപ്പാദനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ആവശ്യമായ പാലിൻ്റെ ഏതാണ്ട് 72% നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാലിൻ്റെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ്. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഈ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ തന്ത്രങ്ങളാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ പദ്ധതികളാണ് വേണ്ടത്, ഇതിൽ ഉൽപ്പാദനം എത്രത്തോളം പോകണം, ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, തോട്ടമേഖലയിലൊക്കെ കാർഷിക വിളയുടെ വിലയിടിവ് മൂലം ധാരാളം കർഷകർ പശു വളർത്തൽ പെട്ടെന്ന് അവർക്ക് ഒരു വരുമാനം കിട്ടുന്ന മേഖല എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ പാലിന് ഡിമാൻഡുണ്ട്. പക്ഷേ നമുക്ക് ലാഭകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് കർഷകരെ പ്രാപ്തരാക്കി എടുക്കുകയും വേണം. അപ്പം തീറ്റയുടെ വിലയിലുള്ള വ്യത്യാസം ഒരു പരിധിവരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിന്റെ പരിപാലനത്തിലും. പക്ഷെ തീറ്റയിൽ നമുക്ക് ഒരുപാട് ഇടപെടലുകൾ സാധ്യമാകും. അപ്പൊ നമുക്ക് ആ വിഷയങ്ങൾ കർഷകർ അറിഞ്ഞിരിക്കേണ്ട, അവരുടെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതും അതുപോലെ തന്നെ ഉൽപാദന ചെലവ് കൂടുന്നതിന് അവർക്ക് ഇടയാക്കുന്നതുമായ കാര്യങ്ങൾ, അതൊന്ന് ബ്രോഡായിട്ട് പറയാം. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ പശുവളത്തിൽ പ്രധാനമായിട്ട് 5 ഘടകങ്ങളാണല്ലോ ലാഭകരമായ പശുവളത്തൽ. അതായത് ആദ്യം ഡോക്ടർ റാണി സൂചിപ്പിച്ച പോലെ തന്നെ മലയോര മേഖലയിൽ, എസ്പെഷ്യലി പ്ലാന്റേഷൻ സെക്ടറിലും റബ്ബർ അധിഷ്ഠിത മേഖലയിലും കർഷകർ കൂടുതലായിട്ട് കാർഷിക വിളയിടിവ് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു മേഖല ക്ഷീരമേഖല തന്നെയാണ്. അതുപോലെ തന്നെ ഉൽപ്പാദനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നിരവധി ഘടകങ്ങളുണ്ട്. 5 ഘടകങ്ങളാണ്. ഒന്നാമത്തേത് പ്രജനനം, ശാസ്ത്രീയമായ പ്രജനനം, നല്ല പശു വേണം. രണ്ടാമത്തെ ശാസ്ത്രീയമായ തീറ്റക്രമം വേണം. മൂന്നാമത്തെ പരിചരണം അത്യന്താപേക്ഷിതമാണ്. നാലാമത്തേത് രോഗനിയന്ത്രണ മാർഗ്ഗങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അഞ്ചാമത് ഇത് മാത്രം ഉണ്ടായ പോലെ വിപണനം വേണം. ഈ 5 കാര്യങ്ങളും പരസ്പര പൂരിതമായാൽ മാത്രമേ പശു വളർത്തൽ ലാഭകരമാക്കാൻ കൊണ്ടു. അപ്പോൾ ഈ 5 കാര്യങ്ങളിലും വേണ്ടതായ ഇൻ്റർവെൻഷൻസ് ഉണ്ട്, ഇടപെടലുകൾ ആവശ്യമാണ്. ഓരോ കാര്യത്തിലും എത്രത്തോളം ഇടപെടലുകൾ ഉൽപ്പാദനത്തെ ബാധിക്കുന്നു, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉദാഹരണമായിട്ട് ഒരുപക്ഷെ ഒരു കർഷകൻ വളർത്തുന്ന പശുവിന് 15 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളൊരു പശുവായിരിക്കാം. പക്ഷേ കർഷകന് ലഭിക്കുന്നത് ഇതൊരു പക്ഷേ 10 ലിറ്ററോ 10 ലിറ്റർ താഴെയാണെങ്കിൽ പരമാവധി ഉൽപ്പാദനക്ഷമത നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാലികമായ ഒരു പ്രശ്നം എന്നുള്ളത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതോടൊപ്പം ഉൽപ്പാദന ചെലവ് കുറക്കുക.
ഈ ഒരു രീതി പരസ്പരം പൂരിതമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സുസ്ഥിര കന്നുകാലി വളർത്തലിൽ ദേശീയ തലത്തിലല്ല ആഗോളതലത്തിലും ഏറ്റവും പ്രാധാന്യമേറുന്നൊരു വിഷയം. അപ്പം കന്നുകാലികളെ നമുക്കിപ്പം ഒരു പ്രജനന നയമുണ്ട്. അത് പടിപടിയായിട്ട് അതിൻ്റെ ഉൽപ്പാദന മികവ് വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പുറത്തുനിന്നും ഇടക്കാലത്തുകളിൽ അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികളെ കൊണ്ടുവന്നിരുന്നു. അപ്പം അതിലൊക്കെ നമുക്ക് അവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇല്ലാതിരുന്ന പല രോഗങ്ങളും തിരിച്ചു അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളെ കന്നുകാലി വളർത്തലിൽ നിന്നും പ്രത്യേകമായിട്ട് കാണേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ശരാശരി സങ്കരയിനം കന്നുകാലികളുടെ എണ്ണം ഏതാണ്ട് 23%. കേരളത്തിലാണെങ്കിലോ 96%. അപ്പോൾ പൂർണ്ണമായിട്ട് സങ്കര പ്രജനനത്തിലേക്ക് മാറിയ ഒരു സംസ്ഥാനം എന്ന് തന്നെ വേണം കേരളത്തെ പറയാൻ. അപ്പോൾ സങ്കരയിനം പശുക്കൾ കൂടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ കൂടുതൽ പാലുൽപാദനത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പ്രധാനമായിട്ടും പാലുൽപാദനത്തെ ബാധിപ്പിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അകിടുവീക്കം വളരെ കൂടുതലാണ്. അകിടുവീക്കം മൂലം രാജ്യത്തുണ്ടാകുന്ന പ്രതിവർഷം നഷ്ടം ഏതാണ്ട് 3400 കോടി രൂപയാണ്. തികഞ്ഞ സാമ്പത്തിക നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അകിടുവീക്കം തന്നെയാണ് ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല അകിടുവീക്കം പല രീതിയിലാണ് വരുന്നത്. അകിടുവീക്കത്തിനെതിരെ ആൻറ്റിബയോട്ടിക്കുകൾ രോഗപ്രതിരോധ ശക്തി ആർജിച്ചുകൊണ്ടുള്ള മറ്റ് ചികിത്സ ഫലപ്രദമാവാത്ത രീതികളും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകിടുവീക്കത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രോഗത്തെ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നു, എത്ര വേഗം രോഗം ഡയഗ്നോസ് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നു. ഇതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രോഗ നിയന്ത്രണ മാർഗങ്ങളിലാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിലേക്കാളും ഭേദം രോഗം വരാതെ നോക്കുകയാണല്ലോ. അതിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അകിടുവീക്ക നിയന്ത്രണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. എല്ലാവർക്കും എല്ലാം അറിയാം. അല്ലെങ്കിൽ അകിടുവീക്കം മൂലം അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നമുക്കറിയാം മറ്റൊരു രോഗം പോലെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പോ ഒന്നും നൽകി അല്ലെ ഒരു ചികിത്സ അസുഖം വന്നാൽ ഒരു പർട്ടിക്കുലർ മരുന്ന് അല്ല എന്ന് പറഞ്ഞും ചികിത്സിക്കാൻ പറ്റാത്തൊരു രോഗം എന്ന നിലയിൽ ഇത് കർഷകർക്കും ഒരുപക്ഷെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഒക്കെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം കർഷകര് ഇത് എത്രയും വേഗം തിരിച്ചറിയാൻ എന്തൊക്കെ മാർഗങ്ങളാണെന്ന് നിലവിലുള്ളത്? അകിടുവീക്കം മൂലം ഉൽപ്പാദനത്തിലുണ്ടാവുന്ന കുറവ് നികത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും വേഗത്തിൽ രോഗത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അകിടുവീക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 രീതിയിലാണ് രോഗലക്ഷണങ്ങൾ കാണുന്നത്. ചിലപ്പോൾ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഒന്നും കാണാതെയുള്ള സബ് ക്ലിനിക്കൽ രോഗാവസ്ഥ. ഈ സബ് ക്ലിനിക്കൽ രോഗാവസ്ഥയിൽ അകിടുവീക്കത്തിൽ ഒരുപക്ഷെ പശുവിൻ്റെ പാല് ക്രമമായിട്ട് 100 മില്ലിയോ അല്ലെങ്കിൽ 200 മില്ലിയോ ഒക്കെ ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല. ഇതോടൊപ്പം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം. ചിലപ്പോൾ തീറ്റ കൂട്ടിയുണ്ടാവാം. തീറ്റയിലെ വ്യതിയാനം ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1/4 ലിറ്ററിൽ ഉണ്ടാവുന്ന പാലിലെ കുറവൊക്കെ 10-20 ലിറ്റർ പാല് കറക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല. രണ്ടാമത്തെ അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ നീണ്ടു പോകും. ഇതിന് സബ് ക്ലിനിക്കൽ രോഗാവസ്ഥയിലുള്ള അകിടുവീക്കം എന്ന് പറയുന്നു. പ്രകടമായ രോഗലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതികഠിനാവസ്ഥയിലുള്ള അകിടുവീക്കമാണ്. പ്രസവിച്ച് കഴിഞ്ഞ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കർഷകർ പ്രസവത്തിന് മുമ്പേ അടുത്ത പ്രസവത്തിന് മുമ്പ് എത്ര മാസം വരെ കറക്കണം എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത രീതിയാണ് അനുവർത്തിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പശുക്കളെ അടുത്ത പ്രസവത്തിന് 1.5 മാസം മുമ്പെങ്കിലും കറവ നിർത്തണം. എങ്കിലും മാത്രമേ പാലുൽപാദിപ്പിക്കാൻ അകിടിലെ കോശങ്ങൾ കൂടുതൽ സജ്ജമാവും പ്രസവത്തിന് ശേഷം. പലപ്പോഴും കർഷകർ കറവ നിർത്തുമ്പോഴും ഒരു വ്യത്യസ്ത രീതിയാണ് അനുവർത്തിക്കുന്നത്. ചിലപ്പോൾ കർഷകർ എന്ത് ചെയ്യും, 7.5 മാസത്തിൽ കറവ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ കർഷകർ പെട്ടെന്ന് കറവ നിർത്തിയാൽ എന്താ വരിക? പാൽ അകിടിൽ കെട്ടി നിൽക്കും, അകിടുവീക്കം വരും. അപ്പോൾ ചെയ്യുന്ന ഈ കറവ നിർത്തുന്നതിലും ഒരു ശാസ്ത്രീയത വേണം, ഒരു മാനേജ്മെന്റ് വേണം. ഇതിലെങ്ങനെയാണ്? ഉദാഹരണമായിട്ട് 7.5 മാസത്തിൽ കറവ നിർത്തണമെങ്കിൽ പശുക്കൾക്ക് നമ്മൾ നൽകുന്ന തീറ്റ എന്താണ്? നിലനിൽപ്പിനായിട്ട് കൊടുക്കുന്നു, പാലുൽപാദനത്തിന് വേണ്ടി കൊടുക്കുന്നു, അതുപോലെ തന്നെ ഗർഭസ്ഥ കന്നുകുട്ടിയുടെ വളർച്ചയ്ക്കായിട്ടും കൊടുക്കുന്നു. അപ്പോൾ പാലുൽപാദനത്തിന് വേണ്ടി നൽകുന്ന തീറ്റ 7ാമത്തെ മാസത്തിൽ അങ്ങ് കുറക്കുക. അത് കുറച്ച് കഴിഞ്ഞാലോ പശുവിൻ്റെ പാലുൽപാദനം കുറയും. പശുക്കളെ കറക്കുന്ന തവണകൾ നോക്കുക. ചിലപ്പോൾ 3 തവണ കറക്കും ദിവസേന, അത് 2 തവണയാക്കുക, അത് 1 തവണയാക്കുക. ഇങ്ങനെ ക്രമമായിട്ട് 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ മാത്രമേ കറവ് ഒഴിവാക്കൂ. പെട്ടെന്ന് കറവ് ഒഴിവാക്കിയാൽ എന്താ പ്രശ്നം? അകിടിൽ പാല് കെട്ടി നിൽക്കുകയും അകിടുവീക്കം വരികയും ചെയ്യും. പക്ഷേ പ്രസവത്തിന് തൊട്ട് മുമ്പേ കർഷകർ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. പ്രധാനമായിട്ടും കർഷകരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് കറവ പെട്ടെന്ന് ഒഴിവാക്കി
പശുക്കളിലെ അകിട് വീക്കം വന്നാലും പശുക്കൾ എന്താ വിചാരിക്കുന്നത്, പ്രസവിക്കാറായ പശുവല്ല അകിട് ഇറങ്ങി വരുന്നതാണെന്ന് വിചാരിക്കും. അപ്പോൾ പ്രസവിച്ച ശേഷമുള്ള രൂക്ഷമായ അകിട് വീക്കം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട രീതി എന്നാണ് പശുക്കൾ അകിട് വീക്കം വരുന്നത്, അകിടിലുണ്ടാകുന്ന എത്ര നിസ്സാരമായ മുറിവുകൾ, വ്രണങ്ങൾ അത് ചികിത്സിപ്പിക്കാതിരിക്കുക, അതിലൂടെ രോഗാണുക്കൾ ശ്രദ്ധിക്കാതെ പോകുക. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ പാല് മുഴുവൻ കറന്നെടുക്കാതിരിക്കുക. ക്ലിപ്തത ഇല്ലാത്ത കറവ, ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും കറക്കുക, നാളെ 12 മണിയായിരിക്കും. സമയനിഷ്ഠത ഇല്ലാത്ത കറവ, അകിടിൽ പാല് കെട്ടി നിൽക്കാൻ വരുത്തുക, പിന്നെ തൊഴുത്തും പരിസരവും വൃത്തിഹീനമായ ചുറ്റുപാടിൽ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അകിടിൽ പാല് കെട്ടി നിൽക്കാൻ ഇടവരുകയും അകിട് വീക്കം വരികയും ചെയ്യും. ഇത് തന്നെയാണ് പിന്നെ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ, ഒരു ഗ്രാമപഞ്ചായത്തിൽ പശുക്കളിൽ അകിട് വീക്കം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അകിട് വീക്കം ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടുമ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ തൊഴുത്തുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ തൊഴുത്തിൽ യഥേഷ്ടം കുഴികളുണ്ട്. ഈ തൊഴുത്തിലെ കുഴികൾ നികത്താനായിട്ട് അവർ ഒരു പദ്ധതിയിലൂടെ തൊഴുത്തിലെ കുഴികളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നികത്തി കഴിഞ്ഞപ്പോൾ ആ പഞ്ചായത്തിലെ അകിട് വീക്കത്തിൻ്റെ നിരക്ക് 95% കുറക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ ആരാണ് വില്ലൻ? അപ്പോൾ വൃത്തിഹീനമായ ചുറ്റുപാട്, വൃത്തിഹീനമായ തൊഴുത്ത്, ചാണകം തൊഴുത്തിൽ നിന്ന് എടുത്തു മാറ്റാതിരിക്കുക, ഇനി കറവക്കാരൻ്റെ കാര്യത്തിൽ മടക്കി പിഴിയുക, ശാസ്ത്രീയ കറവ രീതി ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാല് അകിട് വീക്കം വരാനിരിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ പശുക്കൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കർഷകർ കറന്ന് പാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം എടുക്കും. കന്നിപ്പാല് പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ ഒരാഴ്ചത്തെ പാലിനെ കന്നിപ്പാൽ എന്ന് പറയും. അതിൽ രോഗപ്രതിരോധ ഘടകങ്ങൾ വളരെ കൂടുതലുണ്ട്. പക്ഷേ ഇത് കറന്ന് ഉപയോഗിക്കുന്നതിന് ചിലർ 15 ദിവസം എടുക്കും, ചിലർ അമ്പലങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കന്നുകുട്ടിക്ക് മുഴുവൻ പാലും കുടിച്ച് തീർക്കാനും പറ്റില്ല. അപ്പോൾ മുലക്കാമ്പിലും അകിടിലും പാല് കെട്ടി നിൽക്കും, അധികമുള്ള പാല് പിഴിഞ്ഞ് കളയുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പരിചരണത്തിൽ, പ്രസവത്തിന് മുമ്പുള്ള പരിചരണത്തിലെ ഒരു അപാകത, പ്രസവത്തിന് ശേഷമുള്ള പരിചരണത്തിലെ ഒരു അപാകത, പിന്നെ സബ് ക്ലിനിക്കൽ അകിട് വീക്കം നേരത്തെ തിരിച്ചറിയുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഇല്ലായ്മ, ഇതൊക്കെ വരുന്നതോടുകൂടിയാണ് അകിട് വീക്കം വളരെ കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് കർഷകർക്ക് ഈ അകിട് വീക്കം അവർക്ക് സ്വയം തിരിച്ചറിയാനായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കിറ്റ് നമുക്ക് മൃഗസംരക്ഷണ വകുപ്പ് വഴി കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ അതും കർഷകർ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ കിറ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് കിറ്റിനപ്പുറം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, സബ് ക്ലിനിക്കൽ രോഗാവസ്ഥയാണ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഓരോ മുലക്കാമ്പിലെയും പാല് നമ്മുടെ കയ്യിലേക്കൊന്ന് കറന്നൊഴിച്ച് ചെറുതായിട്ടൊന്ന് രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് രസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് അകിട് വീക്കം വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്ത് രോഗത്തെ നിയന്ത്രിക്കാം. പിന്നെ അതികഠിനമായ അകിട് വീക്കമൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും പശുവിന് നടക്കാൻ ബുദ്ധിമുട്ട്, തീറ്റ തിന്നാതിരിക്കുക, ശക്തിയായ പനി വന്നു, മുലക്കാമ്പും അകിടും നല്ല നീർക്കെട്ടും വന്നു, പാലിന് നിറവ്യത്യാസം വന്നു, ചികിത്സ വൈകിക്കുന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ കർഷകനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ 100% സാക്ഷരത എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചില കർഷകർ അനുവദിക്കുന്ന രീതിയുണ്ട്. അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ വെറ്റിനറി സർജന്മാർ ഉടനെ പറയാൻ നിങ്ങൾ ഉടനെ തന്നെ മൃഗാശുപത്രിയിലെത്തി വേണ്ട ചികിത്സ നൽകിക്കണം എന്ന് പറയും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ നൽകണം. ഈ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുക എന്നുള്ളത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ നൽകേണ്ടി വരും. ആൻറ്റിബയോട്ടിക്കുകൾ ഇഞ്ചക്ഷൻ നൽകി കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം നൽകിയാൽ പോരാ, 4-5 ദിവസത്തോളം ആ ഒരു കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ചിലർ കർഷകർ എന്ത് പറയും, അവർക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പാല് കുറയുന്നുള്ളൊരു ധാരണയുണ്ട്. കുറേ ദിവസം ഇങ്ങനെ പച്ചമരുന്നും അതുപോലെ വെള്ളമൊക്കെ തളിച്ചിട്ട് അവിടെ കാത്തിരിക്കും. കുറച്ച് കഴിഞ്ഞ് അകിടിൽ നല്ല കല്ലപ്പം വേദനയൊക്കെ കാണുമ്പം ഡോക്ടറെ വിളിക്കാൻ പോകും. അവസാനം ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പാല് കുറയുന്നത് ഇവർ പറയുന്നത്. ഇഞ്ചക്ഷൻ എടുത്തിട്ടല്ല പാല് പറയുന്നത്, ചികിത്സ തക്ക സമയത്ത് നൽകാത്തതുകൊണ്ട്, വൈകിക്കുന്നുണ്ട്. അപ്പോൾ ചികിത്സ യഥാസമയം എത്രയും പെട്ടെന്ന് നൽകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ആൻറ്റിബയോട്ടിക് കോഴ്സ് പൂർത്തിയാക്കാനും ശ്രമിക്കണം. 5 ദിവസം തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ, മരുന്ന് നൽകണമെങ്കിൽ 1-2 ദിവസം മരുന്ന് നൽകി അവിടെ നിർത്തും. ഇങ്ങനെ വരുമ്പോൾ ആ മുലക്കാവിൻ്റെ ഭാഗത്ത് വീണ്ടും നീർക്കെട്ട് വരും, ഇടയ്ക്കിടെ അകിട് വീക്കം വരും. അങ്ങനെ അത് ക്രമേണ മന്ദഗതിയിലുള്ള അകിട് വീക്കം ക്രോണിക് മാസ്റ്റൈറ്റിസിലേക്ക് എത്തും. ഇങ്ങനെ അകിട് വീക്കം അതികഠിനാവസ്ഥയിൽ വരും, അതുപോലെ തന്നെ മന്ദഗതിയിലുള്ള അകിട് വീക്കം വരും, അതുപോലെ തന്നെ പ്രകടമല്ലാത്ത സബ് ക്ലിനിക്കൽ അകിട് വീക്കം വരും. ഇതിനൊക്കെ കാരണം നമ്മുടെ പരിചരണത്തിലുണ്ടാകുന്ന അശാസ്ത്രീയ ഇടപെടലുകൾ വഴിയാണ് ഇതൊക്കെ വരുന്നത്. അപ്പം പറഞ്ഞു വന്നത് അകിട് വീക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു അസുഖം തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ ആവശ്യമാണ്. അപ്പൊ നമ്മൾ അത് ഉൽപാദനത്തെ തീർച്ചയായിട്ടും സാരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. കർഷകർ പേടിസ്വപ്നമായി കാണുന്ന ഒരു രോഗം തന്നെയാണ്. പകർച്ചവ്യാധികൾ പലതും ഇതുപോലെ തന്നെ അവയുടെ
ഉൽപാദനത്തെ ബാധിക്കാം, മരണത്തിലേക്ക് എത്താം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അവയെക്കുറിച്ച് കൂടി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധി, ഇപ്പൊ കന്നുകാലികളിൽ നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അയൽ സംസ്ഥാനങ്ങൾക്കും അതുപോലെ ദേശീയ തലത്തിൽ തന്നെ കേരളം മാതൃകയായി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയാണ്. കുളമ്പ് രോഗമാണ് ഒരു പ്രധാനപ്പെട്ട കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയായ ഗോരക്ഷ പദ്ധതി വളരെ വിജയകരമായിട്ട് സംസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 21ാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോഴീ 19ാം തീയതി തൊട്ട് ഇവിടെ നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ കുളമ്പ് രോഗം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കുളമ്പ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈറസുകളാണ്, വായുവിലൂടെ പകരാവുന്നതും. അതുപോലെ തന്നെ ഏതാണ്ട് ഈ തണുപ്പ് കാലങ്ങളിലാണ് വളരെ കൂടുതലായിട്ട് കുളമ്പ് രോഗാണുക്കൾ വരുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളിലൂടെയാണ് വരുന്നത്. കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, കുളമ്പ് രോഗം വന്നാൽ വായ്ക്കകത്തും ശക്തിയായ പനിയുണ്ടാവും, വായ്ക്കകത്തും അതുപോലെ കുളമ്പുകൾക്കിടയിലും കുമിളകളുണ്ടാവും. കുമിളകൾ പൊട്ടി വ്രണങ്ങളുണ്ടാകും. ഈ വ്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമ്പുകൾ തന്നെ കായലിൽ നിന്ന് വിട്ടുപോകും, പാലുൽപാദനം അങ്ങ് കുറയും, ചിലപ്പോൾ അകിടിവീക്കം ഉണ്ടാവും, ചിലപ്പോൾ ചെനയുള്ള പശുക്കളിലാണെങ്കിൽ ഗർഭാലസൽ വരും, ഇനി കന്നുകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചത്തുപോകും. ഇങ്ങനെ കുളമ്പ് രോഗം വരുവാന്ന് വെച്ചാൽ ഒരു പശുവിന് വന്നാൽ മറ്റെല്ലാ പശുവിനും വരും. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ വരും. വളരെ ഒരു പകർച്ചവ്യാധിയാണ്. പക്ഷേ ഈ കേരളത്തിലാണെങ്കിൽ കുളമ്പ് രോഗം നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ നടപ്പിലാക്കുന്ന ADCP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗോരക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിവരും. ഇന്ന് വീടാന്തരം കന്നുകാലികൾക്ക്, ഉദാഹരണമായിട്ട് പശുക്കൾക്കും എരുമകൾക്കും കന്നുകുട്ടികൾക്കൊക്കെ പന്നികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 രൂപ മാത്രമേ നൽകേണ്ടതുള്ളൂ. ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ഓരോ 6 മാസം നൽകിക്കഴിഞ്ഞാൽ കുളമ്പ് രോഗം വരാതെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിലും കർഷകരുടെ ഒരു പേടി പലപ്പോഴും അവരിതിനെ പിന്തിരിപ്പിക്കുന്നു. കർഷകരുടെ ഒരു പേടി, ഡോക്ടർ റാണി പറഞ്ഞ പോലെ കർഷകരുടെ ഒരു പേടി അതിലും ഉണ്ട്. അവർ പറയുന്നത് വെച്ചാൽ കുത്തിവയ്പ്പ് എടുത്താൽ പാല് കുറയോ? ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. കുത്തിവയ്പ്പ് എടുത്താൽ പാല് കുറയില്ല. മാത്രമല്ല, ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു 200 പശുക്കളുണ്ടെങ്കിൽ അതിൽ 150 പശുക്കളെ ചെയ്തിട്ട് 50 പശുക്കൾക്ക് നിങ്ങൾ കുത്തിവയ്പ്പിക്കാതിരിക്കുകയാണെങ്കിൽ ആ സമൂഹത്തോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റമാണ്. അതുകൊണ്ട് എല്ലാ പശുക്കളെയും കുത്തിവയ്പ്പിക്കണം. അപ്പോൾ കുളമ്പ് രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധി എന്നത് കുരലടപ്പ് എന്ന് പറയും. അതായത് ഹെമറാജിക് സെപ്റ്റിസീമിയ എന്നുള്ള രോഗമാണ്. കർഷകർക്ക് പേരുകൊണ്ട് അത്ര പരിചയമില്ലെങ്കിൽ എപ്പോഴും കാണുന്നത് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലെ ശക്തിയായ ചൂടുക്ക് ശേഷം പിന്നെ മഴക്കാലം വരുമ്പോൾ ആ കാലാവസ്ഥയിലുള്ള ഒരു മാറ്റം, ഇതിൻ്റെ രോഗാണുക്കൾ ഒരു പാസ്റ്ററലൈനം രോഗാണുക്കളാണ്, മണ്ണിൽ ജീവിക്കുന്നവയാണ്. അപ്പോൾ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഈ തഴച്ചു വളരുന്ന പച്ചപ്പുല്ല് ഒരു ആർത്തിയോടെ തിന്നുമ്പോൾ വായിലുള്ള ചെറു പോറലുകളിലൂടെ ഈ രോഗാണുക്കൾ വായ്ക്കകത്ത് കയറും. അപ്പോൾ വായ്ക്കകത്ത് കയറിക്കഴിഞ്ഞ് രോഗാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലോ ശക്തിയായ പനിയുണ്ടാവും, തീറ്റ തിന്നാതിരിക്കും, താടിക്ക് ചുറ്റും നീരുണ്ടാവും, ചിലപ്പോൾ രക്തത്തോടുകൂടിയ വയറിളക്കം ഉണ്ടാവും. ഇതും സൗജന്യമായ കുത്തിവയ്പ്പാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ വാക്സിൻ നിർമ്മിക്കുന്നുണ്ട്. ഈ വാക്സിൻ മൃഗാശുപത്രികൾ വഴി ലഭ്യമാണ്. അപ്പോൾ ഈ 2 വാക്സിനേഷൻ ചെയ്യുകയാണെങ്കിൽ, കുളമ്പ് രോഗം അതുപോലെ തന്നെ കുരലടപ്പിനെതിരായ കുത്തിവയ്പ്പുകൾ ചെയ്യുകയാണെങ്കിൽ, കുരലടപ്പിന്റെ കുത്തിവയ്പ്പ് എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ ചെയ്താൽ മതിയാവും തോന്നുന്നു. വർഷത്തിൽ ഒരു കുത്തിവയ്പ്പ് ചെയ്താൽ മതിയാവും. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട സാംക്രമിക രോഗങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട കന്നുകാലികളിലെ സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കാം. ഇത് കൂടാതെ മറ്റ് രോഗങ്ങളുണ്ട്, ആന്ത്രാക്സ് ഉണ്ട്, ബ്ലാക്ക് ഔട്ടർ ഉണ്ട്. അതൊന്നും വളരെ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ. നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്, നമുക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം. നമസ്കാരം, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ. കുളമ്പ് രോഗം എങ്ങനെ ഫലപ്രദമായി തടയാന്നറിയാനാണ് വിളിക്കുന്നത്. പശു ഉണ്ടോ? പശുവുണ്ട്, 3 എണ്ണം ഉണ്ട്, 3 കുട്ടികളുണ്ട്. ഓക്കെ, പേര് പറയോ? സ്ഥലം എവിടുന്നാണ് വിളിക്കുന്നത്? ചെത്തല്ലൂർ എന്നുള്ള ഗ്രാമത്തിൽ നിന്നാണ്, പാലക്കാട് ജില്ലയിലെ. ഓക്കെ. സേതുമാധവൻ സാർ ഉത്തരം പറയും. കുളമ്പ് രോഗത്തിന്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കുളമ്പ് രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ 10-11 വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഒരു മാർഗം എന്നുള്ളത് ഗോരക്ഷ കുത്തിവയ്പ്പാണ്, പ്രതിരോധ കുത്തിവയ്പ്പാണ്. 4 മാസത്തിന് മേലെ പ്രായമുള്ള നിങ്ങളുടെ കന്നുകാലികളെ ഓരോ 6 മാസത്തിലും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുക. പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കാൻ വേണ്ടി നിങ്ങൾ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് നിങ്ങളുടെ പശുക്കളെ കുത്തിവയ്പ്പ് എടുക്കും. അപ്പോൾ കുത്തിവയ്പ്പ് എടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് ജില്ലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിർത്തി ജില്ലയാണ്. തമിഴ്നാട് മറ്റു പ്രദേശങ്ങളിൽ കുളമ്പ് രോഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് കന്നുകാലികളെ വാങ്ങരുത്.
പിന്നെ നിങ്ങളുടെ തൊഴുത്തും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കണം. തൊഴുത്ത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചോ ഫോർമാലിൻ ഉപയോഗിച്ചോ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ കുളമ്പ് രോഗം ബാധിച്ച പശുക്കളെ പരിചരിച്ച ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ പശുക്കളെ പരിചരിപ്പിക്കരുത്. കുളമ്പ് രോഗം ബാധിച്ച പശുക്കളുള്ള പ്രദേശത്തിന് ചുറ്റും നിന്നും തീറ്റപ്പുല്ല് വാങ്ങി കൊടുക്കരുത്. ഇങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ രോഗത്തെ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. വിളിച്ചതിന് നന്ദി. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഏതാണ്ട് പകർച്ചവ്യാധികളിൽ പ്രധാനം കുളമ്പ് രോഗവും കൊരലോടൊപ്പം. അത് കൂടാതെ തന്നെ ഇപ്പൊ മഴക്കാല ആരംഭത്തിൽ ഇപ്പൊ നമുക്ക് പശുക്കളിൽ മുടന്തം പനി കാണുന്നുണ്ട്. മുടന്തം പനിയെ സംബന്ധിച്ചിടത്തോളം മുടന്തം പനി ഈച്ചകളിലൂടെ പകരുന്ന ഒരു രോഗമാണ്, വൈറസുകളാണ് രോഗം പരത്തുന്നത്. അപ്പം ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർഷകർ ചില സന്ദർഭങ്ങളിൽ ഈ ചാണകം വളക്കുഴിയിൽ ഇടുന്നതിന് പകരം തൊഴുത്ത് തന്നെ കൂട്ടിയിടും. അപ്പം ശാസ്ത്രീയമായ രീതിയിൽ വളക്കുഴി നിർമ്മിക്കുകയും ചെയ്യില്ല. ഇതിലൂടെ ഈച്ചകളൊക്കെ പെരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശാസ്ത്രീയ വളക്കുഴി വേണം. വളക്കുഴിയിൽ ആഴ്ചതോറും ഇടവിട്ട് കുമ്മായം വിതറുകയോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള രോഗാണുക്കളുടെ ഈച്ചകളുടെയൊക്കെ പെരുകൾ കുറക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടെ തൊഴുത്തിൽ പുകയ്ക്കുക. ഈ കൊതുകുകളും ഈച്ചകളും കടിക്കുന്ന ഈച്ചകളൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മുടന്തം പനി നിയന്ത്രിക്കാം. അതിന് ഫലപ്രദമായ പ്രതിരോധ കുത്തിവയ്പ്പില്ല, പക്ഷേ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചാണ് ചികിത്സ നൽകാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തീറ്റ ചെലവ്, ഒരുപക്ഷെ ഉൽപാദനത്തിന്റെ ഏതാണ്ട് ഒരു 80% തീറ്റയ്ക്കാണ് വരാമെന്നുള്ളതാണ്. അപ്പം തീറ്റ ക്രമീകരിക്കുന്നതിൽ ഒരു പ്രത്യേക മിടുക്ക് തന്നെ കർഷകർ ആർജിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? അത് ലാഭകരമാക്കുന്നത്. അതിലുപരി ഈ തീറ്റ സമീകൃതമല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് പുറമെയാണ്, ലാഭനഷ്ടങ്ങൾക്ക് പുറമെയാണ്. അപ്പൊ അതൊന്ന് വിശദമായിട്ട് ഒന്ന്. സാധാരണയായിട്ട് പശുവളത്തിന്റെ ചെലവിൽ ഏതാണ്ട് 75% തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീറ്റക്രമത്തിലെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് ഒരുപക്ഷെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കാനിട വരുത്തുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, തീറ്റയുടെ വിലയിൽ നല്ല വർധനവ് ഉണ്ടാവുന്നുണ്ട്. തീറ്റയ്ക്ക് ആവശ്യമായ അസംസ്കൃത ചേരുവകൾക്കായി നമ്മൾ കൂടുതൽ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ തീറ്റയുടെ ചേരുവകളുടെ വില കൂടുമ്പോഴാണ് തീറ്റയുടെ വില വർദ്ധിച്ചു കൂടുന്നത്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും പല കർഷകരും സമീകൃത തീറ്റ നൽകുന്നുണ്ട്. പക്ഷേ സമീകൃത തീറ്റ അല്ലാതെ മറ്റ് ചേരുവകൾ പിണ്ണാക്കുകളൊക്കെ വാങ്ങി നൽകുന്ന രീതിയും നിലവിലുണ്ട്. സർവകലാശാല നിരവധി സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ നടത്തിയൊരു പഠനത്തിൽ കർഷകർ നൽകുന്ന തീറ്റയിൽ ഒരു അശാസ്ത്രീയത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പശുക്കൾക്ക് ആവശ്യമായ അളവിൽ പ്രോട്ടീനോ ആവശ്യമായ അളവിൽ അന്നജവും അതുപോലെ തന്നെ കൊഴുപ്പും അതുപോലെ വിറ്റാമിനുകളും ധാതുലവണങ്ങളും ഒക്കെ തീറ്റയിൽ ഉണ്ടായിരിക്കണം. ഈ അശാസ്ത്രീയമായ അളവ് വരുമ്പോൾ ചിലപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന അളവിലെ തീറ്റ കൂടുതലായിരിക്കും. ആവശ്യമായ അളവ് പോഷക ന്യൂനത ഉണ്ടാവില്ല, പക്ഷേ തീറ്റ ചെലവ് വളരെ കൂടുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാവുന്നു. അതുകൊണ്ട് കർഷകർ വെറ്റിനറി സർവകലാശാല പുതിയൊരു രീതി അവലംബിച്ചിട്ടുണ്ട്. ക്ഷീരപ്രഭ എന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്ഷീരപ്രഭ എന്ന സോഫ്റ്റ്വെയറിലൂടെ ഒരു കാര്യം മാത്രമാണ്, ഏതൊരു കർഷകനും ആ ഒരു CD വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്, മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെയുണ്ട് തീറ്റയിലെ ചേരുവകൾ ചേർക്കാൻ പറ്റിയിട്ട്, അതായത് നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ആ അസംസ്കൃത വസ്തുക്കൾ എത്ര രീതിയിൽ ചേർത്താൽ 10 കിലോ തീറ്റ സമീകൃത തീറ്റയാവും. അപ്പോൾ നമുക്ക് പശുക്കൾക്ക് ആവശ്യമായ പ്രോട്ടീൻ, മാംസ്യത്തിൻ്റെയും അന്നജത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ധാതുലവണങ്ങളുടെയും വിറ്റാമിനുകളുടെയും അളവ് ഏതളവിൽ കിട്ടും. അപ്പോൾ ഇതിനെയാണ് ക്ഷീരപ്രഭ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ റേഷൻ ബാലൻസിങ് തന്നെയാണ് ഇതിലൂടെ ചെയ്തു വരുന്നത്. അപ്പോൾ ആവശ്യമായ അളവിൽ ശാസ്ത്രീയമായ തീറ്റ നൽകാൻ കർഷകർ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. ഒരു പക്ഷേ കർഷകർക്ക് ഓരോ ഇൻഡിവിജ്വൽ കർഷകനും ഈ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന അല്ല, ഇതിൽ 100 രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ. ഇതില്ലെങ്കിൽ ഇതിന് കാര്യം കേരളത്തിലെ ക്ഷീരവികസന വകുപ്പുമായിട്ടും മേഖലാ ക്ഷീരോത്പാദക യൂണിയനായിട്ടും സംഘങ്ങൾക്കൊക്കെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക പ്രദേശത്ത് എന്തൊക്കെ ചേരുവകളാൽ ഉണ്ടെന്ന് വെച്ചാൽ ആ സൊസൈറ്റി സെക്രട്ടറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തീറ്റ റേഷൻ കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം പാലുൽപാദനം ഉണ്ടാകുന്നു വെച്ചാൽ. അപ്പോൾ തീറ്റയുടെ കാര്യത്തിൽ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തീറ്റയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഡിസംബർ ജനുവരി മാസമാണ്. അന്തരീക്ഷോഷ്മാവ് കുറച്ച് കുറഞ്ഞ തണുപ്പ് ഉള്ളൊരു മാസമാണ്. ഈ പശുക്കളിൽ ഈ കാലയളവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് പൂപ്പൽ വിഷബാധ. അപ്പോൾ പൂപ്പൽ വിഷബാധയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം തീറ്റയിൽ വളരുന്ന വിവിധ ഇനം പൂപ്പലുകളാണ്, അസ്പെർജില്ലസ് ഇനം പൂപ്പലുകളാണ്. ഈ പൂപ്പലുകൾ ഉണ്ടാക്കുന്ന വിഷാംശമുണ്ട്, അഫ്ലാടോക്സിൻ എന്നുള്ള വിഷാംശമുണ്ട്. ഈ വിഷാംശം പ്രധാനമായും പശുക്കളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പശുക്കളിലെ കരളിനെയും അതുപോലെ കിഡ്നിയെയാണ് ബാധിക്കുന്നത്. ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ പാലുൽപാദനം ഗണ്യമായിട്ടും കുറയും. ചിലപ്പോൾ പശുക്കൾ തീറ്റ പാത്രത്തിൽ നിന്ന് മുകളിലത്തെ തീറ്റ വെള്ളം മാത്രം ഊറ്റി കുടിച്ച് തീറ്റ അടിയിൽ വെക്കും. ചിലപ്പോൾ പശുക്കളിൽ ഗർഭം അലസിപ്പോവും, ശരീരം നന്നായിട്ട് ക്ഷയിക്കും, ചിലപ്പോൾ ബോധക്ഷയത്തിന്റെ, ഇങ്ങനെ ചിലപ്പോൾ പശുക്കൾ ചത്തുപോകാനിട വരും. ഇതും പൂപ്പൽ വിഷബാധ കൊണ്ടാണെന്ന് ഒരു പക്ഷേ കർഷകൻ തിരിച്ചറിയുന്നില്ല. ഇതും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് ഇത് കൺട്രോൾ ചെയ്യാനും എളുപ്പമാണ്. അതായത് നാം വാങ്ങുന്ന തീറ്റ
ഒരടച്ച മുറിയിൽ മരപ്പലകൾക്ക് മുകളിൽ ഭിത്തിയോട് ചേരാതെ സൂക്ഷിക്കുക. രണ്ടാമത് നനഞ്ഞ പാത്രങ്ങൾ കൊണ്ട് തീറ്റ എടുക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തീറ്റ കഴിയുമെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ നേരം വെയിലത്തുണക്കി നൽകുക. പലപ്പോഴും കർഷകർ തീയിൽ ചൂടാക്കി നൽകിയാൽ പൂപ്പൽ പോകുമെന്ന് പറയും. അതൊരിക്കലും പോവില്ല. പിന്നെ പൂപ്പലുള്ളതോ പൂപ്പലുണ്ടെന്ന് സംശയം തോന്നുന്ന തീറ്റ പശുക്കൾക്ക് നൽകാതിരിക്കുക. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട രീതി തീറ്റ നൽകുന്നതിൽ കർഷകർ കാണിക്കുന്നത്, പല പ്രദേശങ്ങളിലും തീറ്റ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പറയും തീറ്റ അല്പം വെള്ളത്തിൽ കുഴച്ചിട്ട് വെള്ളം പ്രത്യേകമായിട്ട് കൊടുക്കണം എന്ന് പറയും. എങ്കിൽ മാത്രമേ പശുക്കളുടെ 4 അറകളിലും കൂടെയും ശരിയായ ദഹന പ്രക്രിയയും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തിനും ഫലമായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റും. ചിലപ്പോഴെന്താ കർഷകർ ചെയ്യുന്നത്, ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് മുഴുവൻ തീറ്റയിട്ട് കലക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയാനായിട്ട് വരിക. അപ്പം ഇങ്ങനെ തീറ്റ കലക്കി കൊടുക്കുന്ന രീതിയിൽ നിന്നും തീറ്റ അല്പം വെള്ളത്തിൽ കുഴച്ച് വെള്ളം പ്രത്യേകമായിട്ട് നൽകുന്ന രീതി അനുവർത്തിച്ചു കഴിഞ്ഞാൽ പാലുൽപാദനത്തിൽ 10% വർധനവുണ്ടാവും. ഒരുപക്ഷെ ഇപ്പം ഏറ്റവും പുതിയ കർഷകർ അല്ലെങ്കിൽ അവരൊക്കെ ഈ ഉപയോഗിക്കാൻ തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യാപകമായിട്ട് കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രസവം കഴിഞ്ഞാലുടനെ, അതായത് അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് പ്രത്യേകിച്ചും അതിൻ്റെ ആ ഒരു ഊർജ്ജ കുറവ് കൊണ്ടുണ്ടാകാവുന്ന ചില രോഗലക്ഷണങ്ങൾ, അതിൻ്റെ ഉൽപാദനത്തെ ബാധിക്കുന്നതും അല്ലെങ്കിൽ കാൽഷ്യം പോലെയുള്ള മിനറൽസിന്റെ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതും ഒരു കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കരയിനം പശുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. സങ്കരയിനം പശുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് അല്ല പ്രസവത്തിന് ശേഷമുള്ളത്. അപ്പോൾ പ്രസവത്തിന് ശേഷം 10-15 ലിറ്റർ പാലുൽപാദിപ്പിക്കുന്ന പശുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ മിനറൽ ഘടനയിലും അതുപോലെ അവരുടെ ശരീരഘടനയിലും വലിയൊരു മാറ്റം വരുന്നുണ്ട്. ഇത് വരുമ്പോൾ പോഷകങ്ങൾ, ഉദാഹരണമായിട്ട് കാൽഷ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ D3 ഇതൊക്കെ കൂടുതലായിട്ട് പാലിൽ കൂടെ വിസർജിക്കപ്പെട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് പോഷക ന്യൂനത കണ്ടുവരുന്നുണ്ട്. ഈ പോഷക ന്യൂനത കണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ന്യൂനത എന്ന് വെച്ചാൽ സങ്കരയിനം പശുക്കളിൽ കാണപ്പെടുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമുള്ള ക്ഷീരസന്നി എന്ന രോഗമാണ്. മിൽക്ക് ഫീവർ എന്നൊക്കെ പറയും. പ്രസവിച്ച് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലോ ഒക്കെ അല്ലെങ്കിൽ അതിനകത്ത് 2-3 ദിവസം കഴിയുമ്പോൾ പശു ബോധരഹിതയായിട്ട് അങ്ങ് കിടക്കും, ശ്വാസതടസ്സം പോലെ കാണിക്കും. ഉടനെ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കണം. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ കുത്തിവെപ്പ് നൽകി കഴിഞ്ഞാൽ പശു ചാടി എഴുന്നേക്കും. ഈ ഒരു രോഗം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, പശു പ്രസവിക്കുന്നതിന് മുമ്പേ കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമുള്ള കാൽഷ്യം അടങ്ങിയ വിറ്റാമിൻ ധാതുലവണ മിശ്രിതം നമ്മൾ ശുപാർശ ചെയ്യും, കർഷകർ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ കർഷകർ പ്രസവത്തിൻ്റെ തലേന്ന് വരെ ഇതങ്ങ് കൊടുക്കും. സാധാരണയായിട്ട് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പശുക്കൾക്ക് കാൽഷ്യം അടങ്ങിയ വിറ്റാമിൻ ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് പ്രസവത്തിന് ഒരു 3 ആഴ്ച മുമ്പ് നമ്മൾ നൽകുന്നത് നിർത്തണം. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് ഈ കാൽഷ്യം വിറ്റാമിനുകളും നമ്മൾ അടങ്ങിയ വിറ്റാമിൻ ധാതുലവണ മിശ്രിതമൊക്കെ നൽകുമ്പോൾ ഈ പോഷകങ്ങൾ, ഈ വിറ്റാമിനുകൾ പശുക്കൾക്ക് സ്വന്തമായിട്ട് തന്നെ പശുക്കളുടെ ശരീരത്തിൽ തീറ്റയിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു ഉപാപചയ പ്രക്രിയയുണ്ട്, മെറ്റബോളിക് പ്രോസസ്സ് ഉണ്ട്. ഈ മെറ്റബോളിക് പ്രോസസ്സ് തടസ്സം നിൽക്കുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ സിമ്പിൾ എക്സാമ്പിൾ കഴിഞ്ഞാൽ നമുക്കൊക്കെ റെഡിമെയ്ഡ് ഷർട്ട് കിട്ടുകയാണെങ്കിൽ ആരാണ് തുണി വാങ്ങിയിട്ട് തുന്നാൻ പോകുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസിക്സ് കാര്യം. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് തീറ്റയിലൂടെ ഇതുണ്ടാക്കുന്ന പ്രക്രിയ തടസ്സപ്പെടുന്നു. അപ്പോൾ പ്രസവത്തിൻ്റെ തലേന്ന് വരെ കൊടുക്കുമ്പോൾ ഈ പ്രക്രിയ തടസ്സപ്പെടുന്നതുകൊണ്ട് വളരെ പെട്ടെന്നുള്ള കാൽഷ്യം ലോസും ഫോസ്ഫറസിൻ്റെയും വിറ്റാമിൻ D3യുടെയും ലോസിലൂടെ ഈ മിൽക്ക് ഫീവർ കൂടുതലായിട്ട്, കാൽഷ്യം ക്ഷീരസന്നി കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ 3 ആഴ്ച മുമ്പ് അങ്ങ് നിർത്തിക്കഴിഞ്ഞ് 1/2 കിലോഗ്രാം തീറ്റ കൂടുതലായിട്ട് കൊടുത്ത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഇത് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ കർഷകർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. തീർച്ചയായും. അതുപോലെ തീറ്റയുടെ കാര്യത്തിൽ തന്നെ തീറ്റ ചെലവ് കുറക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ വൈറ്റമിൻ എക്കും വലിയൊരു റോളുണ്ട്. അപ്പോൾ തീറ്റപ്പുല്ല് നൽകാനോ പച്ചപ്പുല്ല് നൽകാനോ കർഷകർ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോഴേ ക്ഷീരസന്നി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ക്ഷീരസന്നി അല്ലാതെ പ്രസവാനന്തരമായിട്ട് നേരത്തെ ഡോക്ടർ റാണി സൂചിപ്പിച്ചത് കീറ്റോസിസ് എന്നുള്ള രോഗമാണ്. അതായത് പശുക്കളുടെ അന്നജത്തിൻ്റെ ഉപാപചയ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ മൂലം പശുക്കളിൽ കീറ്റോസിസ് എന്നുള്ള രോഗം ഉണ്ടാവും. ഈ പശു പ്രസവിച്ചിട്ട് ആദ്യത്തെ 2 മാസത്തിനുള്ളിലാണ് ഇത് കാണപ്പെടുന്നത്. എങ്ങനെയായിരിക്കും? ചിലപ്പോൾ പശു ഉറക്കം തൂങ്ങിയ മാതിരി ഉണ്ടാവും, പശുവിൻ്റെ ശരീരം അങ്ങ് ശോഷിക്കും, പാലുൽപാദനം പെട്ടെന്ന് അങ്ങ് കുറയും, കീറ്റോൺ ബോഡീസ് എന്നുള്ള വസ്തുക്കൾ മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ മെഷേഴ്സ് എന്ന നിയന്ത്രണ മാർഗം എന്ന് വെച്ചാൽ, പശുക്കൾക്ക് സാധാരണയായിട്ട് ചെനയുള്ള പശുക്കളെ ആണെങ്കിൽ പശുക്കളെ തൊഴുത്തിൽ തന്നെ കിട്ടും. പലരും പുറത്തേക്ക് ഇറക്കാനും ബുദ്ധിമുട്ടും, പുറത്തേക്ക് ഇറക്കിക്കാറേ ഇല്ല. അപ്പോൾ ചെനയുള്ള പശുക്കൾക്ക് ചെനയുള്ള സമയത്ത് കുറച്ച് ഇറക്കി നടത്തിക്കാനൊക്കെ കർഷകർ ശ്രദ്ധിക്കണം. ചെറിയ എക്സസൈസ് ആവശ്യമാണ്.
പിന്നെ കൂടുതൽ അളവിൽ അരിക്കഞ്ഞി നൽകുന്ന പ്രവണത നല്ലതല്ല. ഇപ്പോൾ കർഷകർ സ്ഥിരമായിട്ട് ചിലപ്പോൾ കർഷകർ ഞാൻ കഞ്ഞി കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന പശുക്കൾക്ക് കുറച്ച് ചെറിയ അളവിൽ അരിക്കഞ്ഞി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയാം. എങ്കിലും അരിക്കഞ്ഞി മാത്രം നൽകി പ്രസവിച്ച് കഴിഞ്ഞിടത്ത് ഉടനെ തന്നെ കർഷകർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രവണതയുണ്ട്. അടുത്തിടെ ഞാനൊരു പശുവിനെ ചികിത്സിക്കാൻ പോയപ്പോൾ ആ പശുവിന് 1 കിലോ അരി കഞ്ഞി വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു ബക്കറ്റ് നെല്ല് പുഴുങ്ങിയ വെള്ളം, ഒരു നാളികേരം ചിരകിയിട്ട് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് സ്പെഷ്യൽ കെയർ ആയിട്ട് ഇത് കഴിഞ്ഞപ്പോഴെന്താ പശു ആകെ അസിഡോസിസ് രോഗം മൂലം തളർന്നു കിടന്നു. പിന്നെ മണിക്കൂറുകളോളം ട്രിപ്പുകളൊക്കെ കൊടുത്താണ് പശുവിനെ രക്ഷിക്കാൻ സാധിച്ചത്. പലപ്പോഴും ഇത് നമുക്ക് സാധിക്കാറില്ല. നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. നമസ്കാരം, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ. പേര് പറയൂ. നിലമ്പൂർ എടക്കര. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. സാർ, പിന്നെ എന്റെ പശുവിന് ഭയങ്കര വയറ്റിളക്കാണ്. ഓക്കെ. അത് പാലുൽപാദനത്തെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. മഞ്ഞപ്പനിയാണെന്നാ പറഞ്ഞിരുന്നു. അതിന് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തു, കുറവൊന്നുമില്ല ഇപ്പോഴും. ഇതെന്താണ് സംശയം? എന്താണ് ഇതിപ്പോ കുറവില്ല? ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? പശുക്കളിൽ വയറിളക്കം വിവിധ രീതിയിലാണ് കാണപ്പെടുന്നത്. ഒന്ന്, ദഹനക്കേടാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ സങ്കരയിന പശുക്കളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 1-2 ദഹനക്കേട് വരും. ഈ ദഹനക്കേട് 2 രീതിയിലാണ് വരുന്നത്. ഒന്നുകിൽ തീറ്റ തിന്നാതിരിക്കുക, അല്ലെങ്കിൽ വയറിളക്കം. ഈ ശക്തിയായ വയറിളക്കം എന്നാൽ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പാലുൽപാദനം ഗണ്യമായി കുറയാനിട വരും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിരബാധയാണ്. വിരബാധ വന്നു കഴിഞ്ഞാലും പശുക്കളിൽ ശക്തിയായ വയറിളക്കം ഉണ്ടാവും. അപ്പോൾ ചാണകം പരിശോധിച്ച് എന്താണ് വിര എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിരബാധക്കെതിരായി ചികിത്സിക്കാൻ. മൂന്നാമത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ബെബീസിയോസിസ് എന്നുള്ളൊരു രോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ബെബീസിയോസിസ് എന്നുള്ളൊരു രോഗമാണെങ്കിൽ കഴിഞ്ഞാൽ ബെബീസിയ ഇനത്തിൽപ്പെട്ട ഒരിനം പ്രോട്ടോസോവകൾ രക്തത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, രക്തത്തിൽ കടന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ മൂത്രത്തിന് ചുവപ്പ് നിറം ഉണ്ടായിട്ടുണ്ടാവുക. കട്ടൻ കാപ്പിയുടെ നിറം പോലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പശുക്കളുടെ ചാണക സാമ്പിളുകൾ ഏറ്റവും അടുത്ത മൃഗാശുപത്രിയിലേക്ക് പോയി പരിശോധിപ്പിച്ചിട്ട് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പാരസൈറ്റ്സ് ആണോ, അതുപോലെ തന്നെ രക്തവും കൂടെ പരിശോധിച്ച് കഴിഞ്ഞ് മറ്റ് ബാക്ടീരിയയോ അണുജീവികളോ അല്ലെങ്കിൽ പ്രോട്ടോസോവയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പരിശോധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് രോഗകാരണം എന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ച് ചികിത്സിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ കാരണം കണ്ടുപിടിച്ച് ഉടനെ തന്നെ വേണ്ട മരുന്നുകൾ നൽകി കഴിഞ്ഞാൽ 2 ദിവസത്തിനകം വയറിളക്കം പൂർണ്ണമായിട്ട് നിലക്കും. അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന തീറ്റയിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ തീറ്റയിൽ നമ്മൾ വാങ്ങുന്ന തീറ്റയിൽ കൂടിയ അളവിൽ ഏതാ കൊടുക്കുന്നത്? ഓക്കെ. തീറ്റ നൽകുമ്പോഴും തീറ്റയുടെ ഗുണമേന്മ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീറ്റയിൽ പൂപ്പൽ ഉണ്ടോ നോക്കണം. പൂപ്പൽ ഉണ്ടെങ്കിൽ പൂപ്പൽ വിഷബാധ മൂലം വയറിളക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വയറിളക്കത്തിന് ഒരു 10ഓളം കാരണങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെന്ന് പരിശോധിപ്പിച്ച് കണ്ടെത്തി ചികിത്സിപ്പിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഹലോ, വിളിച്ചതിന് നന്ദി. നമുക്ക് അപ്പൊ അതുപോലെ തന്നെ ചുവന്ന പനി എന്താണ് പറഞ്ഞത്? മഞ്ഞപ്പനി. ഒരു പക്ഷേ എന്താണ് ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഹെപ്പറ്റൈറ്റിസ് ആയിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു, സംശയിച്ചിരിക്കാം. അപ്പം വയറിളക്കം എന്ന് പറയുന്ന ഒരു ലക്ഷണം മാത്രമാണ്, ഒരുപാട് രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഈ ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട ഗവേഷണ ഫലം നിന്നത് കറവപ്പശുക്കൾക്ക് പ്രസവിച്ചിട്ട് ചെനയുള്ള പശുക്കൾക്ക് 7ാമത്തെ മാസത്തിലും പ്രസവിച്ചിട്ട് 10ാമത്തെ ദിവസവും ഒരു വിരഗുളിക നൽകിക്കഴിഞ്ഞാൽ കറവപ്പശുക്കളുടെ പ്രതിദിന പാലുൽപാദനത്തിലുണ്ടാകുന്ന വർധനവ് ഏതാണ്ട് 1.33 ലിറ്ററാണ്. ഇതിന് ഉൽപാദന ചെലവൊന്നുമില്ല. വിരമരുന്ന് കന്നുകുട്ടികൾക്ക് നമ്മളെല്ലാവരും വിരമരുന്ന് കൊടുക്കും. അതുപോലെ കറവപ്പശുക്കൾക്ക് ചെനയുള്ള പശുക്കൾക്ക് 7ാമത്തെ മാസത്തിലും അതുപോലെ പ്രസവിച്ചിട്ട് 10ാമത്തെ ദിവസത്തിലും ഒരു വിരഗുളിക നൽകിക്കഴിഞ്ഞാൽ പാലുൽപാദനത്തിലുണ്ടാകുന്ന അധിക വർധനവ് ഏതാണ്ട് 1.33 ലിറ്ററാണ്. കേരളത്തിന് ഇപ്പോൾ പാലിന്റെ വിലയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് കർഷകർക്ക് ഒരു 45 രൂപ 50 രൂപയുടെ അഡീഷണലി വരുമാനം ലഭിക്കും. പക്ഷേ ഈ വലിയ കന്നുകാലികൾക്ക് വിരമരുന്ന് കൊടുക്കണം എന്നുള്ള ഒരു വിവരം കുഞ്ഞുകുട്ടികൾക്ക് സാധാരണ കൊടുക്കും. പക്ഷേ അഡൽട്ട് ആയിട്ടുള്ള പശുക്കൾക്ക് വിരമരുന്ന് കൊടുക്കുന്ന ഒരു ശീലം പലർക്കും ഇല്ല. എന്നാൽ ഇപ്പോഴത് ക്രമേണ വരുന്നുണ്ട്. പക്ഷേ ഈ നൽകുന്നത് തന്നെ പ്രസവിച്ച ഉടനെ അവർ കൊടുക്കാറ്, ചിലപ്പോഴും കൊടുക്കും. പക്ഷേ ഈ 7ാമത്തെ മാസത്തിലും പ്രസവിച്ച് 10ാമത്തെ ദിവസവും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉൽപാദനത്തിൽ ഇത്രയും വർധനവ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡോക്ടർ റാണി പറഞ്ഞ പോലെ പലർക്കും ഇനിയും അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട അല്ലെ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ, ഒന്ന് ഈ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
അവയുടെ ഉൽപാദനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം? കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വളർത്തുന്ന കേരളത്തിലെ പശുക്കൾക്കാണെങ്കിൽ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള പശുക്കളാണ്. അപ്പോൾ അവരെ മൊത്തം നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പകരം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്. ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഉദാഹരണമായിട്ട് പശുക്കളെ രാത്രി തൊഴുത്തിൽ കെട്ടുന്നതിന് മുമ്പായിട്ട് യഥേഷ്ടം ശുദ്ധമായ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇതിലൂടെ പാലുൽപാദനത്തിലുണ്ടാകുന്ന വർധനവ് 5 മുതൽ 10%. അപ്പോൾ ശുദ്ധമായ വെള്ളം കൊടുക്കുക, ശാസ്ത്രീയമായ കാലിത്തീറ്റ കൊടുക്കുക, അതുപോലെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തീറ്റപ്പുൽ കൃഷി ചെയ്ത് പരമാവധി തീറ്റയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ഉൽപ്പാദന ചെലവും കുറയും. ഇപ്പോൾ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഈ വർഷം തീറ്റപ്പുൽ വർഷമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ലഭ്യമായ സ്ഥലങ്ങളിലൊക്കെ തീറ്റപ്പുൽ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ പരിചരണത്തിൻ്റെ കാര്യത്തിൽ തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക. തൊഴുത്തിലെ കുഴികളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് ശാസ്ത്രീയമായ രീതിയിൽ തൊഴുത്ത് നിർമ്മിക്കുക. വളക്കുഴി തൊഴുത്തിനടുത്ത് തന്നെ നിർമ്മിക്കുക. അതുപോലെ തന്നെ ശാസ്ത്രീയ കറവ രീതികൾ അനുവർത്തിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പശുക്കളെ സംബന്ധിച്ചിടത്തോളം പശുക്കളെ വളർത്തുന്ന പാലിനാണ്. അപ്പോൾ പാലുൽപാദനത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രോഗങ്ങളുണ്ടെങ്കിൽ, എസ്പെഷ്യലി അകിടുവീക്കം തന്നെയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നല്ലൊരു ശക്തിയായ അകിടുവീക്കം വന്ന് ചികിത്സിച്ചിട്ട് വലിയ തുക ചെലവാക്കി പാലുൽപാദനം കുറഞ്ഞിട്ട് ഒരു അവസ്ഥ വരുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ വിട്ടുനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കും. അപ്പോൾ അതുണ്ടാവരുത്. അപ്പോൾ ശാസ്ത്രീയമായ കറവ രീതി അനുവർത്തിക്കണം. അത് ശാസ്ത്രീയ അകിടുവീക്ക നിയന്ത്രണ മാർഗങ്ങൾ അനുവർത്തിക്കണം. വളക്കുഴിയിൽ ശാസ്ത്രീയ വളക്കുഴി നിർമ്മിക്കണം. ഇങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. കറവ ഒഴിവാക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മാസത്തിലെ കറവ് ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശാസ്ത്രീയമായ രീതിയിലെ കറവ് ഒഴിവാക്കാൻ പാടുള്ളൂ. അതുപോലെ വിപണനത്തിന്റെ കാര്യത്തിലും വലിയൊരു കാര്യമുണ്ട്. പാലിന് ഒരു പക്ഷേ കർഷകർ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് പശു വളർത്തലിലേക്ക് വരും. പക്ഷേ ഇതിന്റെ ഒന്നും ഒരു രേഖകൾ എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാവില്ല. അതൊരു പക്ഷേ അവർക്ക് പിന്നീട് ഭാവിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത് എന്തുകൊണ്ടാണ് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. മിക്കവാറും ഡോക്യുമെന്റേഷൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട രീതികളും അതൊക്കെ അവർ മനസ്സിലാക്കണം. എത്രത്തോളം പാലുൽപാദനം കൂട്ടാൻ എന്തൊക്കെ പറ്റും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയ അറിവുകളും അവർ വായിച്ചറിയാനും അതുപോലെ മാധ്യമങ്ങളിലൂടെ കേൾക്കാനൊക്കെ അവർ തയ്യാറാവേണ്ടതാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഏതാണ്ട് പൂർണ്ണമാകുകയാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ കർഷകർക്ക് സംശയമുണ്ടാകും. അത് നമ്മുടെ അതിഥിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്നതാണ്. അതിഥിയുടെ ഫോൺ നമ്പർ പറയാം. ഡോക്ടർ TP സേതുമാധവൻ, ഡയറക്ടർ സംരംഭകത്വ വിഭാഗം, വെറ്ററിനറി സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂർ. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറയാം. 9846108992. അപ്പം നമ്മൾ കന്നുകാലികളുടെ പ്രത്യേകിച്ചും ക്ഷീരോത്പാദന മേഖലയിൽ ഇന്ന് വളരെ ഗൗരവത്തോടു കൂടി മുതൽ മുടക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെയുള്ള കർഷക സുഹൃത്തുക്കൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഈ മേഖല ലാഭകരമായിട്ട് കൊണ്ടുപോകേണ്ടത് അവരോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും, വകുപ്പിന്റെയും സർവകലാശാലയുടെയും എല്ലാം ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം അതിന് നമ്മൾ അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയുള്ള പല പദ്ധതികളും വകുപ്പും സർവകലാശാലയുടെയും മുന്നിലുണ്ട്. പല ഗവേഷണ പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് വീണ്ടും അവർക്ക് അറിവുകൾ നൽകുന്നതിന് സഹായിക്കാം. ഇന്ന് കൃഷിദർശൻ പ്രോഗ്രാമിൽ എത്തി നമ്മളോട് ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥി ഡോക്ടർ സേതുമാധവന് ദൂരദർശൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ കണ്ട എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ വിളിച്ചവർ പ്രേക്ഷകർക്കുമൊക്കെ ദൂരദർശൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക നഴ്സറികൾക്ക് ലൈസൻസ് നിർബന്ധം. മൃഗപരിപാലനത്തിൽ പരിശീലനം. കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. മികച്ച വിത്തും തൈകളും വിൽപ്പന നടത്താൻ സംസ്ഥാനത്ത് നഴ്സറികൾക്ക് കൃഷിവകുപ്പ് ലൈസൻസ് നിർബന്ധമാക്കുന്നു. ഇനി മുതൽ നഴ്സറികൾ ആരംഭിക്കുന്നതിന് ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അനുമതി ആവശ്യമാണ്. അനുമതിയില്ലാതെ ഉള്ള വിൽപ്പന കുറ്റകരവുമാണ്. അതിനാൽ നിലവിൽ പ്രവർത്തിക്കുന്ന വിത്ത് കമ്പനികളും വ്യാപാരികളും 2017 മാർച്ച് 31 മുൻപ് ലൈസൻസ് കരസ്ഥമാക്കേണ്ടതാണ്. തൃശൂർ രാമവർമ്മപുരത്തെ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ 2017 ജനുവരി 9 മുതൽ 12 വരെ ഡയറി ഫാം സംരംഭകർക്കും ജനുവരി 23 മുതൽ 25 വരെ പോത്ത് വളർത്തലിലും പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487269589. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487269589. വരൾച്ച കാരണമുള്ള കൃഷിനാശത്തിനും ഉൽപാദന നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും കർഷകർക്ക് തങ്ങളുടെ വിളകൾ ഇൻഷുർ ചെയ്യുന്നതിനും ഇപ്പോൾ സൗകര്യമുണ്ട്. നാമമാത്രമായ പ്രീമിയം അടച്ച് 25ഓളം വിളകൾ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കൃഷിഭവനുകളിൽ ഇൻഷുർ ചെയ്യാവുന്നതാണ്. വരൾച്ച കൊണ്ടും മറ്റ് പ്രകൃതിക്ഷോഭം കൊണ്ടും വിളകൾക്കുണ്ടാകുന്ന പൂർണ്ണനാശത്തിനെതിരെയാണ് ഈ ഇൻഷുറൻസ് സൗകര്യം. താൽപര്യമുള്ള കർഷകർ അതത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലാ ICAR കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മധ്യപ്രദേശിലെ ജാംബുവ, ദാർ എന്നീ ജില്ലകളിൽ നിന്നുള്ള കടക്കനാഥ് ഇനത്തിൽപ്പെട്ട കരിങ്കോഴി കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. 3 മാസം പ്രായമായ ഒരു കോഴിക്ക് 550 രൂപയാണ് വില. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04692662 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04692662 കൊല്ലം നാളികേര ഉൽപാദക സംഘം നഴ്സറിയിൽ അത്യുൽപാദന ശേഷിയുള്ള കുറിയ ഇനം തെങ്ങിൻ തൈകൾ ലഭ്യമാണ്. മലയൻ ഓറഞ്ച്, മലയൻ പച്ച, മലയൻ മഞ്ഞ എന്നീ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് വിൽപ്പനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446954195. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9446954195. തിരുവനന്തപുരം ബാലരാമപുരം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 500 മുതൽ 1000 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം യൂണിഫോം, സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി കിറ്റ് തുടങ്ങിയവയും ജൈവ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങളും ലഭിക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷ അയക്കേണ്ട വിലാസം അക്ഷയ സ്കിൽ സ്കൂൾ, വെടിവച്ചാൻകോവിൽ PO, ബാലരാമപുരം, തിരുവനന്തപുരം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412405877. കുട്ടികളുടെ ക്രിയാത്മക ചിന്തയും പഠനശേഷിയും അതിലുപരി ഭാവനയും സർഗാത്മകതയും എല്ലാം കാർഷിക മേഖലയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനുവരി 10-11 തീയതികളിൽ തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ നടക്കുന്ന കേരള ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രബന്ധങ്ങൾ ക്ഷണിക്കുന്നു. എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ലഘുവിവരണം സ്കൂൾ പ്രിൻസിപ്പലിന്റെ സമ്മതപത്രത്തോടുകൂടി അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.cissa.co.in. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 10,700 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,600. കൊപ്ര കൊച്ചി 7,200 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,130 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,900 രൂപ, ഗാർബിൾഡ് 69,900. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500. മഞ്ഞൾ സേലം 9,500 രൂപ, ഈറോഡ് 10,000 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,600. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,700 രൂപ, കൊപ്ര 7,700, പിണ്ണാക്ക് എക്സ്പെല്ല 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,900, കുരുമുളക് ഗാർബിൾഡ് 69,900. ചുക്ക് മീഡിയം 13,500, ബെസ്റ്റ് 14,500. മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്കൻ തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 245 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425 മുതൽ 450 വരെ. ജാതിപത്രി 500 മുതൽ 875 വരെ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,600 രൂപ, ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിലെ ചെറുകിട കർഷകർ പുതിയ കുരുമുളക് വിറ്റുമാറാൻ ഉത്സാഹിച്ചു. ക്രിസ്മസ് ആവശ്യങ്ങൾ മുൻനിർത്തി അവർ എത്തിച്ച ചരക്ക് കിലോഗ്രാമിന് 654 രൂപ പ്രകാരം കൈമാറി. കാർഷിക ചെലവുകൾ മുൻനിർത്തി ഒരു വിഭാഗം കർഷകരെ പുതിയ ചരക്ക് വിറ്റഴിക്കാൻ തിടുക്കം കാണിച്ചു. ഏലക്ക കർഷകർ ഉത്സവ ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതോടെ ലേലകേന്ദ്രത്തിലേക്കുള്ള ഉൽപ്പന്ന വരവ് ചുരുങ്ങി. STCയിൽ നടന്ന ലേലത്തിൽ 14,962 കിലോ ഏലക്കയുടെ കൈമാറ്റമേ നടന്നുള്ളൂ. വരവ് കുറഞ്ഞെങ്കിലും മികച്ച ഇനങ്ങൾക്ക് കിലോ 1,321 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്താനായില്ല. ടയർ വ്യവസായികളും ഉൽപാദകരും രംഗത്ത് നിന്ന് പിൻവലിഞ്ഞതിനാൽ റബ്ബർ മാർക്കറ്റിൽ ഇടപാടുകളുടെ വ്യാപ്തി ചുരുങ്ങി. ഇനി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷമേ റബ്ബർ വിപണി സജീവമാകൂ. പ്രാദേശിക ആവശ്യം കുറഞ്ഞതോടെ കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ താഴ്ന്നു. അതേസമയം മറ്റു വിപണികളിൽ എണ്ണവിലയിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 23.8. കൊച്ചി 33.2, 24.4. ആലപ്പുഴ 33.4, 24.8. പുനലൂർ 36, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 33.8, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.